ശ്രീ ബെന്നി, എക്സൈസിൽ നിന്നുള്ള CI, മറ്റേറ്റവും സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഇതൊരു വളരെ മനോഹരമായ ചടങ്ങാണ്. ആദ്യം ഞാൻ നമ്മുടെ തെരുവ് നാടകം അവതരിപ്പിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ മനോഹരമായൊരു സന്ദേശമാണ് എല്ലാവർക്കും കൊടുത്തത്. ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട് ലഹരി മരുന്നിൻ്റെ പിടിയിലാണ്. നമ്മളൊരു കാര്യം തീരുമാനിക്കാം, നമ്മളെല്ലാവരും കൂടി നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ലഹരി മരുന്ന് മാഫിയയ്ക്ക് വിട്ടുകൊടുക്കില്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുക്കില്ല എന്ന് നമ്മൾ തീരുമാനിക്കും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇതിൻ്റെ അകത്ത് പെട്ടുപോയ കുഞ്ഞുങ്ങളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇനി നമ്മുടെ ഒരു കുഞ്ഞു പോലും ഇതിൻ്റെ കൂട്ടത്തിൽ പെടില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. കാരണം നമുക്ക് കുട്ടികളെ തിരിച്ചു കിട്ടില്ല പിന്നെ. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള സൂക്ഷ്മതയോടുകൂടിയുള്ള ഇടപെടലാണ്. ഇപ്പോൾ എക്സൈസിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട്. പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ജോലി എൻഫോഴ്സ്മെൻ്റാണ്. ഇത് ചെയ്യുന്ന ആളുകളെ പിടിക്കുക, ഇതിൻ്റെ ഉറവിടങ്ങൾ അന്വേഷിച്ച് പോവുക, അവരെ മുഴുവൻ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക. നമ്മുടെ എല്ലാവരുടെയും ജോലി ഇതിൻ്റെ അപകടത്തെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് എല്ലാവരെയും ബോധ്യപ്പെടുത്തുക. വീട്ടിലെല്ലാവരും ശ്രദ്ധിക്കണം, വിദ്യാലയങ്ങളിൽ എല്ലാവരും, കലാലയങ്ങളിൽ എല്ലാവരും ശ്രദ്ധിക്കണം. ഇന്ന് നമ്മുടെ നാട്ടിൽ എവിടെയും ഇത് കിട്ടും, എവിടെയും ഇത് കിട്ടും. അതിൻ്റെ അർത്ഥം നമ്മളെ എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന ഒരു സപ്ലൈ ചെയിൻ ഈ മയക്കുമരുന്നിൻ്റെ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. ആ സപ്ലൈ ചെയിൻ നമുക്ക് തകർക്കണം. എവിടെ നിന്നാണ് ഇത് വരുന്നത്, ആ ഉറവിടങ്ങൾ നമുക്ക് തകർക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതിൻ്റെ ഇരകളാകാൻ നമ്മൾ സമ്മതിക്കില്ല എന്നുള്ള തീരുമാനം എടുക്കണം. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ മാത്രമല്ല, എല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ഏത് കുഞ്ഞ് ഇതിൽ പെട്ടുപോയാലും അത് നമ്മുടെ കുഞ്ഞാണ് എന്ന് വിചാരിച്ച് അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം. ഞാൻ വികാരി അച്ഛനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഈ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമാണ് ഇതുപോലുള്ള സ്ഥലമായിട്ടുള്ള കാര്യം. ഇന്നിവിടെ നടത്തുന്ന ഈ ബൈക്ക് റാലിയും ഈ തെരുവ് നാടകവും എല്ലാം ഈ ഒരു സന്ദേശം, നാട് ആഗ്രഹിക്കുന്ന സന്ദേശം. നമുക്ക് കുഞ്ഞാണ് കൊല ചെയ്യപ്പെട്ടത്. ഞാൻ ആ വീട്ടിൽ പല പ്രാവശ്യം പോയിട്ടുള്ള ഒരാളാണ്. ആ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുനീർ ഇതുവരെ തോർന്നിട്ടില്ല. തിരുവനന്തപുരത്തെ ഒരു വീട്ടിൽ നിന്നാണ് മകനെ വലിയ പ്രതീക്ഷയോടുകൂടി പഠിക്കാൻ പറഞ്ഞയച്ചത്. മയക്കുമരുന്ന് സംഘമാണ് അവരുടെ പിടിയിൽ. ആ കുഞ്ഞുങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവർ നടത്തുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് ചെറുത്തു തോൽപ്പിക്കണം എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത പ്രിയങ്കരനായ വികാരി അച്ഛനെയും അതിന് അദ്ദേഹത്തെ സഹായിച്ച മുഴുവൻ പേരെയും, ഈ തെരുവ് നാടകത്തിൽ പങ്കെടുത്ത കുട്ടികളെയും എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ ബൈക്ക് റാലി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. നന്ദി.